ചോറൊന്നുമ്പോൾ കൂട്ടാനില്ല എന്ന് ആരും വിചാരിച്ചണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തക്കാളി മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക, കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇത്ര മാത്രം മതി. ഇത് നല്ലൊന്ന് അതിൻ്റെ പച്ചമണം മാറിയതിൻ്റെ ശേഷം അതിക്ക് നമ്മൾ ഇതാ തക്കാളി ഇട്ട് കൊടുക്കണം. എത്ര വേണമെന്ന് വിചാരിച്ച് അതിനനുസരിച്ചുള്ള തക്കാളിയാണത്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് നല്ലൊന്നും ഇങ്ങോട്ട് വഴറ്റിയിരിക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഇതിലേക്ക്. മഞ്ഞൾപ്പൊടിയും വേണമെന്നില്ല കേട്ടോ. ഇങ്ങനെ നല്ല ഒന്നാണ്ട് വേവിച്ചെടുത്താൽ നമ്മൾ തക്കാളി കൂട്ടാൻ റെഡിയായി. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ പെട്ടെന്ന് ഒരു ചട്നി കൂട്ടാനൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് വേവാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതാ നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഇതാ റെഡിയായി കിട്ടിയിട്ടാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റും. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കോണ്ടേ.